ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ അതിഗംഭീരമായ ഒരു ട്രെയിലറിൻ്റെ കണ്ടിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. എന്തൊരു കൗതുകമായ ഒരു ട്രെയിലറായിരുന്നു, അടിപൊളി. കാരണം ഗൗതം വാസുദേവമേനോൻ്റെ മലയാളത്തിലെ അരങ്ങേറ്റം ഒട്ടും മോശമായിട്ടില്ല എന്നുള്ള പറയുന്ന രീതിയിലാണ് ഈ ട്രെയിലർ ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, കാരണം മമ്മൂട്ടി എന്ന ആക്ടറിനെ എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്ന് ഇതിൽ ആ ഒരു ട്രെയിലറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു എന്താ പറയുക, ഒരു കുഞ്ഞു കഥയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഒരു പേഴ്സൺ അതേ ബന്ധപ്പെട്ടുണ്ടാകുന്ന ക്രൈമും പിന്നെ അത് കണ്ടുപിടിക്കാൻ പോകുന്ന രീതിയിലുള്ളൊരു ഇൻവെസ്റ്റിഗേഷനും മറ്റുമൊക്കെ ആയിരിക്കും ഈ സിനിമയിൽ. പക്ഷേ എന്നിരുന്നാലും ആ ഒരു ട്രെയിലറിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു കൗതുകത്തോടുകൂടിയുള്ളൊരു അറ്റംപ്റ്റ്. കാരണം ഒരു മമ്മൂട്ടി കമ്പനി ഒരു സിനിമേൻ്റെ ബാനറിൽ വരിക, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ പറയുമ്പോൾ നമ്മൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഇത് വളരെ ചെറിയൊരു നോർമൽ സ്റ്റോറി. എങ്ങനെയാണ് ഈ മമ്മൂട്ടി കമ്പനി ഇത് ഇത്രമാത്രം വിശ്വസിച്ച് ഈ ഒരു സ്റ്റോറിയിലേക്ക് വന്നത്? കാരണം മറ്റു സിനിമയെല്ലാം മമ്മൂട്ടി കമ്പനീൻ്റെ വളരെ വ്യത്യസ്തമായ ജോണറിലേക്കായിരുന്നു. അപ്പോൾ ഇത് വന്നപ്പോൾ ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയിരിക്കും എന്തായാലും അവർ തുടക്കത്തിന് പറയണ്ടായി. പക്ഷെ അത് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്, മറ്റു സിനിമ പോലെ തന്നെ ആയിരിക്കും പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, തികച്ചും വ്യത്യസ്തം. പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തം. കാരണം ഗൗതം വാസുദേവനെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മൂവി തമിഴിലൊക്കെ എടുത്തും കണ്ടിട്ട് അതൊന്നും ഒരു റെഫറൻസും ഇല്ല. കാരണം അതിൽ നല്ല വ്യത്യസ്തമായി വളരെ കൗതുകമായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ സിനിമയിൽ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്നിരുന്നാലും ഈ സിനിമ എന്തായാലും ഈ മാസം തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും സിനിമ എന്തായാലും അതിഗംഭീരമായ ഒരു റിവ്യൂ കിട്ടും എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗൗതം വാസുദേവനെ കുറിച്ചുള്ള ഒരു വലിയൊരു ആരാധകനും കൂടിയാണ് ഞാൻ. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ എല്ലാം തന്നെ അടിപൊളി സിനിമയാണ്. അദ്ദേഹം എടുക്കുന്ന രീതിയും അദ്ദേഹത്തിൻ്റെ ഒരു അറ്റംപ്റ്റും എല്ലാം സെറ്റപ്പായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു പാക്കേജ് എപ്പോഴും കിടുവായിരിക്കും. അപ്പോൾ അദ്ദേഹം മലയാളത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് മലയാളത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഒരു മലയാളി ഓഡിയൻസിന് അദ്ദേഹത്തിൻ്റെ ഒരു മലയാളത്തിന് സിനിമ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എക്സൈറ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് കണ്ടു തന്നെ കാണണം. പക്ഷേ ഈ ട്രെയിലർ കൊണ്ട് എനിക്ക് ഭയങ്കര തൃപ്തി. കാരണം എന്താ വെച്ചാൽ മമ്മൂട്ടി ഒരു കോമിക്കായിട്ട് എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഒരു കോമഡി രീതിയിലേക്കും ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിലേക്ക് ചെറിയൊരു സസ്പെൻസ്, ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് ക്രൈം ത്രില്ലർ ഇങ്ങനെ കൊണ്ടുവരുന്നു. അത് വളരെ രസമായിട്ട് തന്നെ ഈ സിനിമേൻ്റെ കൊണ്ടുവരുന്ന വിശ്വസിക്കുന്നു. കാരണം ആ ട്രെയിലറിൽ തന്നെ അതിൻ്റെ ഒരു ചെറിയ സൂചന തരുന്നുണ്ട് ഇതൊക്കെ ആയിരിക്കും സിനിമ എന്ന്. പക്ഷെ അതിൽ നിന്ന് എങ്ങനെയാണ് ഒരു 2-2.25 മണിക്കൂറിലേക്ക് നമ്മൾ പിടിച്ചിരുത്താൻ പോകുന്നത്, അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഗൗതം വാസുദേവ മേനോൻ ഒരിക്കലും അങ്ങനെ നമ്മളെ ഒരു ചെറിയ കുഞ്ഞു സ്റ്റോറിയും വെച്ച് അത് നമ്മളെ വലിച്ചു നീട്ടി കൊണ്ടുപോയില്ല. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഒക്കെ ആഡ് ചെയ്യും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്കില്ലായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. അതിന് വളരെ നല്ല രീതിയിൽ അത് സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് അദ്ദേഹം കൊണ്ടുവരും എന്നുള്ളത് പറയാം. അതിലേക്ക് മമ്മൂട്ടി എന്ന ആക്ടർ, അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന സാമ്രാജ്യത്തിൻ്റെ ഉടമ, അദ്ദേഹം എങ്ങനെയാണ് ഈ സിനിമയിൽ ഒരു ഇത്രയും കാലം ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ നിന്ന് വ്യത്യസ്തമായി അഭിനയിക്കാൻ പോകുന്നു. വ്യത്യസ്തമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ ആക്ഷൻസ് ഒക്കെ ഇപ്പോൾ പല സിനിമയിലും കുറച്ച് ആക്ഷൻസും മറ്റുമൊക്കെ വരുന്നുണ്ട്. ഒരു കുഞ്ഞു സീൻസ് അദ്ദേഹം തന്നെ ഇതുവരെയും കാണിക്കാത്ത കുറേ ചിരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യൂ ആയിക്കോട്ടെ, അതൊക്കെ വളരെ വ്യത്യസ്തമായി കുറച്ച് സിനിമകളിലൊക്കെ കാണിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ മമ്മൂട്ടി കമൻസിൽ പലതിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ ബ്രഹ്മയുദ്ധത്തിലൊക്കെ ചെറിയൊരു ചിരി കൊണ്ട് തന്നെ ആളെ പേടിപ്പിച്ചല്ലേ. അതുപോലെ ഇതിൽ എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു കോമഡി നിറഞ്ഞൊരു ഡിറ്റക്റ്റീവ് CID ഡൊമിനിക് എന്ന് പറഞ്ഞ ആൾ നമ്മളെ കൗതുകപ്പെടുത്താൻ പോകുന്നത് എനിക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം എങ്ങനെയാണ് ഈ ഡയറക്ഷൻ നമ്മുടെ ഗൗതം വാസുദേവൻ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുക, അല്ലെങ്കിൽ ഇരുത്തി നമ്മളെ എന്താ പറയുക ത്രില്ലടിപ്പിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും എനിക്ക് വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എന്നിരുന്നാലും ഈ സിനിമ എന്തായാലും വരട്ടെ, ഈ മാസം തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഷോ എന്നെ കാണാനുള്ള എല്ലാ എന്താ പറയുക തയ്യാറെടുപ്പോടുകൂടി ഇവിടെ പറയുന്നു. ഓക്കെ, ബൈ, സീ യു, ബൈ ഗൈസ്, ബൈ.